ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഉച്ചയൂണിന് ഒരു ഉപ്പുമാങ്ങ കറിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ചെയ്താലോ. നല്ല ടേസ്റ്റാണ് അതും. നമുക്ക് പഴയ കാലത്ത് നമ്മൾ ഉപ്പുമാങ്ങ സീസൺ സമയത്ത് ചീനഭരണിയിൽ ഉപ്പിട്ട് മാങ്ങ നമ്മൾ ഇട്ട് വയ്ക്കും. അത് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് എല്ലാ സമയത്തും മാങ്ങ കിട്ടില്ല. അപ്പോൾ നമ്മളത് മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് മാങ്ങ എടുത്തിട്ട് നമ്മൾ കറി വയ്ക്കും, ഉപ്പുമാങ്ങ ഒഴിച്ചു കൂട്ടാൻ. ഇപ്പോഴും പക്ഷേ നമ്മൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പക്ഷേ അതും കറി വെച്ചാലും പഴയ ടേസ്റ്റാണ്. നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് പച്ചമാങ്ങ ചെറുതായി കട്ട് ചെയ്ത് കുപ്പിയിലിട്ട് നമ്മൾ ഉപ്പും ചൂടുവെള്ളം ആറിയതിനകത്ത് ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത്. അത് ഒരു കപ്പോളം എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരമുറി തേങ്ങ, കുറച്ച് ജീരകം, ഉപ്പുമാങ്ങ ഒരു കപ്പോളം എടുക്കാം. നമുക്ക് പുളിക്ക് എത്രയും വേണോ അത്രയും എടുക്കാം. നമ്മളിങ്ങനെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പം നമ്മളിത് തേങ്ങയും ജീരകവും നല്ലപോലെ അരച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങ തൊലി എത്തിയാണ് നമ്മളിട്ടിരിക്കുന്നത്. അതും ആവശ്യമുള്ളത് പുളിക്കും എത്ര വേണം അത് അനുസരിച്ച് ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ജീരകവും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മളൊരു കൽച്ചട്ടിയിൽ ഉപ്പുമാങ്ങക്കറി തയ്യാറാക്കാം. നമുക്ക് ആദ്യം അരച്ച തേങ്ങയെല്ലാം കൂടെ അരച്ച് അത് ചേർത്തതിന് ശേഷം മാങ്ങയും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം. രണ്ടും കൂടെ നല്ലപോലെ അരച്ചെടുത്ത് നമുക്കിത് അടുപ്പിൽ വെച്ച് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് പുളിശ്ശേരിയുടെ കൂട്ട് തന്നെയാണ്. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കത് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് പഴയ കാലത്ത് ഉപ്പുമാങ്ങ ഇടുന്ന ശീമഭരണി എന്ന് പറയും. ഇതിലാണ് പണ്ടൊക്കെ ഉപ്പുമാങ്ങ ഇട്ട് വയ്ക്കുന്നത്. ഉപ്പുമാങ്ങക്കറി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ കടുക് വറുക്കുമ്പം കുറച്ച് ഉലുവ മൂപ്പിച്ച് ചേർത്താലും മതിയാകും. നമുക്ക് കരിവേപ്പിലയും ഇട്ട് കടുവും താളിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഉപ്പുമാങ്ങ കറി. നമുക്കൊരു കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ തയ്യാറാക്കാം. പൊട്ടറ്റോ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം. അധികം വെള്ളം തളിക്കരുത്, കുറച്ച് വെള്ളം മതിയാവും. ഇതിൽ തന്നെ ഇത് വറ്റി വരണം, അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞ് പോയാൽ എണ്ണ കുടിക്കും. അപ്പം നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റി വന്നാലും മതിയാവും. ഇപ്പം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് പാനിനകത്തായതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്കിനിയും എണ്ണ ഒഴിച്ച് അത് കുറച്ചും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പം നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടിയും തയ്യാറായിട്ടുണ്ട്. കുറച്ച് അധികം മൂക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൂപ്പിക്കാം. പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും മാങ്ങാക്കറിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.